നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ സ്നേഹത്തിനും ഈ കുടുംബത്തിന്റെ ഐക്യത്തിനും അപ്പുറം എനിക്ക് സ്വത്തും പണവും ബിസിനസ്സും എല്ലാം വെറും മണൽത്തരികൾക്ക് തുല്യ. ആ വിലയെ ഞാൻ കൽപ്പിക്കുന്നുള്ളൂ. നമ്മുടെ കമ്പനിയുടെ എല്ലാ രേഖകളും ഇതിനകത്തുണ്ട്. ലോക്കറിന്റെ ചാവിയുണ്ട്. ഒന്നും എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. സമയം നീ പറഞ്ഞാൽ മതി. ആ സമയം ഞാൻ ഓഫീസിൽ വരാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ക്ഷമ ചോദിക്കുകയും ചെയ്യാം. എന്താ പോരെ? നോക്കിക്കണേ, ഗൗത എല്ലാ ഡോക്യുമെന്റ്സും ജാമ്യം കൊണ്ട് തന്നില്ലേ? അതൊക്കെ എടുക്ക്. വേണ്ട, ഞാൻ തന്നെ എടുത്തരാം. എന്തോന്നാണ് നീ കാണിക്കുന്നത്? ഇവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയാണോ തിരിച്ചു ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നെ ചെയ്യണോ അമ്മേ? അല്ലെങ്കിൽ ഇനി ഇവൻ ചോദിക്കുന്നത് എന്തൊക്കെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നീ ഈ കുടുംബത്തിൽ ആരാണെന്നും നിനക്കിവിടെ എന്ത് അവകാശം ഉള്ളതെന്നും അനാഥനായി നീ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള ശക്തി ഇനി എനിക്കില്ല. ഇവൻ എന്റെ അനിയനല്ലേ? യഥാർത്ഥത്തിൽ എല്ലാത്തിന്റെ അവകാശിയും ഇവൻ തന്നെയല്ലേ? എല്ലാം ഇവൻ തന്നെ എടുത്തോട്ടെ, അതാ നല്ലത്. പ്രണവേ, നീ എല്ലായിടത്തും മുറി കൊണ്ടുപോയി. എന്നായാലും ഞാൻ പുറത്തു പോകേണ്ടവനല്ലേ? അയ്യോ, പുറത്തു പോയേ പറ്റൂ. എല്ലാം ഉപേക്ഷിച്ച് പോയേക്കാം. ഒരു നിമിഷം നേരത്തെ ആയാൽ അത്രയും നല്ലത്. ഗൗതം, എന്താണ് നീ ഇപ്പൊ പറഞ്ഞത്? ഇനി ഒരു തവണ കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടവനാണ് നീ എന്ന് പറഞ്ഞ പിന്നെ നീ കാണുന്നത് എന്റെ ശവമായിരിക്കും. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ കുടുംബത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നതേ നീയാ. നീ ഉണ്ടെങ്കിലേ ഈശ്വരമംഗലം ഉള്ളൂ. ആ നീയാണോ എല്ലാം ഉപേക്ഷിച്ചു പോണെന്ന് പറയുന്നത്? നീ ആരാണെന്നും ഈ വീട്ടിലെ നിന്റെ അധികാരം എന്താണെന്നും ചോദിച്ച് ഒരുത്തനും നിന്റെ മുമ്പിലേക്ക് വരില്ല. വന്ന തല ഉയർത്തി നീ പറയണം, ഈശ്വരമംഗലത്തെ ഗോപിനാഥിന്റെ മകനാണെന്ന്. പാർവതിയുടെ മകനാണെന്ന്. നിനക്കെന്താടാ ആ ബോധമില്ലാതെ പോയത്? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സർവ്വത ഉപേക്ഷിച്ച് പോവാൻ പോവാണോ? എടുക്കടാ അത്. എടുക്കാൻ നിന്നോടാ പറഞ്ഞത്, എടുക്കാൻ. പിടിക്ക്. നോക്കു മോനെ, നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രണവിനോട് ഏറ്റവും സ്നേഹമുള്ള ചേട്ടനാ നീ. ഇവൻ ആവശ്യപ്പെടുന്നതിന്റെ 10 മടങ്ങ് നീ കൊടുക്കുന്നു എനിക്കറിയാം. അതിനുവേണ്ടി നിന്റെ സ്നേഹം തെളിയിക്കാൻ വേണ്ടി സർവ്വത ഇവനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾ നോക്കി നടത്തിക്കൊള്ളണം. എന്താ എഴുതി ഇത്? മനസ്സറിഞ്ഞ് ഗൗതം എന്തെങ്കിലും ചെയ്താ അതിനിടയിലും കയറി തടസ്സം നിൽക്കുകയാണോ എഴുതി? നീ മിണ്ടണ്ട വസു. ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട ബുദ്ധിയും തന്റെ ഇടമൊക്കെ എനിക്കുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? കൊണ്ടുപോയി അകത്ത് വയ്ക്ക്. പോ. ആദ്യം നിന്റെ ഈ ദേഷ്യമൊക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇടറ.
എന്നിട്ട് നിനക്ക് എന്ത് ബിസിനസ് ആണ് തുടങ്ങേണ്ടതെന്ന് നിന്റെ ചേട്ടനോട് പറ. അവനത് ചെയ്തു തരും. നടക്കില്ല. ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ അതെനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് ആരുടെ മുന്നിൽ ഓച്ചാനി ചെന്ന് കണക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. വാശുവാനി, ഛെ,